റഷ്യൻ വാക്സിൻ ക്ലിനിക്കൽ യൂസിന് അവൈലബിൾ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത മിക്കവാറുമുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ഒരു ന്യൂസിൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് ക്ലിനിക്കൽ യൂസിന് റെഡിയാണ്, അതുകൊണ്ട് 100% റെസ്പോൺസ് ഉണ്ട്, ഉടൻ തന്നെ അവൈലബിൾ ആകുമെന്നായിരുന്നു ന്യൂസിൻ്റെ ഒരു കണ്ടൻറ്റ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമ്മൾ റഷ്യൻ മീഡിയ അല്ലെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ സൈറ്റ് വെസ്റ്റേൺ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ന്യൂസ് വന്നത്. അതായത് ഒരു വാക്സിൻ അവർ ഡെവലപ്പ് ചെയ്തു, അതിൻ്റെ ഫേസ് 1 ട്രയൽ പരീക്ഷണം കഴിഞ്ഞു. അതിൽ 48 ആൾക്കാരെയാണ് അവർ എൻറോൾ ചെയ്തിരുന്നത്. അതിൻ്റെ റിസൾട്ടാണ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഫേസ് 1 എന്ന് പറയുമ്പോൾ അതായത് അതിന് ഈ ഒരു വാക്സിൻ്റെ എഫക്റ്റ് അല്ല, അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സേഫ്റ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളത് മാത്രമാണ് ഫേസ് 1 ട്രയലിൻ്റെ ലക്ഷ്യം. ഫേസ് 1 കഴിഞ്ഞ് ഫേസ് 2, ഫേസ് 3 കഴിഞ്ഞിട്ട് വേണം നമുക്ക് റെഗുലേറ്ററി അതോറിറ്റി അപ്രൂവലും കിട്ടിയെങ്കിൽ നമുക്കതൊരു ക്ലിനിക്കൽ യൂസിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ എത്തുകയുള്ളൂ. ഇനി ഇവിടുത്തെ ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിങ്ങിനെ കുറിച്ചൊന്ന് പറയാം. അതായത് എൻഡറോമിക്സ് എന്നൊരു വാക്സിനാണ്. അത് 100% റെസ്പോൺസ് ഉണ്ട്, റെഡി ഫോർ ക്ലിനിക്കൽ യൂസ് എന്നിങ്ങനെയുള്ള 3 വാക്കുകളാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടത്. അപ്പം ആദ്യം നമുക്ക് ഇതൊന്ന് നോക്കാം. ഇതിൽ 100% എഫിക്കസി എന്ന് പറയുന്നത് അതിൻ്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് 100% ആണ് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അല്ലാതെ 100% ക്യാൻസർ മാറ്റും എന്നല്ല അവർ ഉദ്ദേശിച്ചത്. ക്യാൻസർ റെസ്പോൺസ് ഏതാണ്ട് 48 to 60 എന്നാണ് നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ റെഡി ടു ക്ലിനിക്കൽ യൂസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രീ ക്ലിനിക്കൽ ട്രയൽ കഴിഞ്ഞു, ഇനി ക്ലിനിക്കൽ ട്രയലിന് അതായത് ഫേസ് 2-ന് റെഡിയാണ് എന്നതും മാത്രമാണ് ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഇതൊരു ഓങ്കോലൈറ്റിക് വൈറൽ വാക്സിനാണ്. അതായത് 4 വൈറസുകൾ, അതായത് നമ്മൾ സാധാരണ നമ്മുടെ ശരീരത്തിന് അപകടം ഉണ്ടാക്കാത്ത 4 വൈറസുകളെ അവർ ഡെവലപ്പ് ചെയ്ത് അതിനെ ശരീരത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതപ്പോൾ അത് ഈ ട്യൂമറിനെ നേരിട്ട് കൊല്ലും, അല്ലെങ്കിൽ ഈ വൈറൽ പാർട്ടിക്കിൾസ് ഉണ്ടാക്കുന്ന ഇമ്മ്യൂൺ റിയാക്ഷൻസ് വഴി ഈ ട്യൂമർ സെൽസിനെ കൊല്ലും. ഇതാണ് ഈ എൻഡറോമിക്സ് എന്ന് പറഞ്ഞ വാക്സിൻ. അല്ലാതെ ഇതൊരു mRNA വാക്സിൻ അല്ല. എന്നാൽ ഈ റഷ്യ വൈറൽ വാക്സിനോടൊപ്പം തന്നെ mRNA വാക്സിനും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സപ്പ് ചെയ്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു തെറ്റായ ന്യൂസ് വന്നത്. അപ്പം ഇതൊരു mRNA വാക്സിൻ അല്ല. ഞാൻ പറഞ്ഞല്ലോ ഇത് mRNA വാക്സിൻ അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതാണ് നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാകും. എന്നാൽ ഇത് 2023-24 വരെയുള്ള വെബ്സൈറ്റുകളിലെല്ലാം ഇത് വൈറൽ വാക്സിനാണെന്ന് അവർ വ്യക്തമായി പറയുന്നുണ്ട്. അതിനുശേഷം 2025 പെട്ടെന്ന് ഇത് mRNA വാക്സിനാണ് എന്ന് അവതരിപ്പിക്കുകയും സ്ട്രോങ് ആയിട്ട് mRNA എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു പുറത്തുള്ള യാതൊരു ഏജൻസി ഇത് ചെക്ക് ചെയ്തിട്ടില്ല, അവർ പറഞ്ഞത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. എനിവേ ഇത് നമ്മുടെ ഇംഗ്ലണ്ടും അമേരിക്കയും ഡെവലപ്പ് ചെയ്ത mRNA വാക്സിനോട് പറയുന്ന രീതിയിൽ mRNA വാക്സിൻ എന്ന് പറയാൻ പറ്റത്തില്ല. മാക്സിമം ഇത് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നുകിൽ ഇതൊരു റീബ്രാൻഡിങ് ആണ്, അല്ലെങ്കിൽ ഒരു മിക്സപ്പ് വാക്സിനാണ്. അപ്പം പ്യുവർലി mRNA നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ സെൻറ്റൻസ് കൂടി പറഞ്ഞില്ലെങ്കിൽ പലപ്പോഴും ഈ വീഡിയോ ഒരു കംപ്ലീറ്റ് ആവത്തില്ല, പല ക്വസ്റ്റ്യൻസ് ഇതിനെതിരെ ഉയരാം. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്.